How's it going? I'm Bismaya. Welcome to saltmangopickle. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതും സാധാ കേക്ക് അല്ല, ഒരു സ്പെഷ്യൽ ചിക്കൻ കേക്ക് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ചിക്കൻ കേക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിയേർഡ് ആയിട്ട് തോന്നിയാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണിത്. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ചിക്കൻ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 200 ഗ്രാം, മുട്ട 3 എണ്ണം, മൈദ 1 കപ്പ്, പാൽ 1 കപ്പ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 1.5 ടീസ്പൂൺ, ജിഞ്ചർ ഗ്രേറ്റഡ് 2 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, ഗാർലിക് ഗ്രേറ്റഡ് 3 ടീസ്പൂൺ, ഒണിയൻ ഗ്രേറ്റഡ് 3 എണ്ണം, പൊട്ടറ്റോ ഗ്രേറ്റഡ് 2 എണ്ണം, ക്യാരറ്റ് ഗ്രേറ്റഡ് 2 എണ്ണം, ഗ്രീൻ ചില്ലി ഗ്രേറ്റഡ് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. അപ്പം നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടി ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും നമുക്ക് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചിക്കനും ചിക്കൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാം. എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷേ നമ്മുടെ ചിക്കൻ കേക്കിന് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു പീസസ് ആക്കി അരിഞ്ഞെടുത്താൽ മതി. അപ്പം നമ്മൾ ചിക്കൻ എല്ലാം നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടി പൊടിയായിട്ട് നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. നമുക്കിതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 സവാള ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് അതോടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂണോളം ഗാർലിക് ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂണോളം കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട്
അതിലേക്ക് 2 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് ഈ മസാലകൾ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഏകദേശം നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് ഒഴിച്ച് വെച്ചിരുന്ന പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കലക്കിയിട്ട് അതോടൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഈ ചിക്കനും നമ്മുടെ മസാലകളും എല്ലാം നല്ലോണം ഒന്ന് പറ്റി വരണം. എന്നിട്ട് അതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പം നമ്മൾ ചിക്കൻ കേക്ക് തയ്യാറാക്കാൻ പോകുന്ന ഈ കടായിലാണ്. ഞാനിവിടെ എണ്ണ നല്ലോണം ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കടായി. അപ്പം നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ ഇതുപോലൊന്ന് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്കിനി ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുന്ന അതേ അളവിൽ തന്നെ മൈദ എടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിവിടെ ഇതുപോലൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബാറ്റർ. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ഫില്ലിങ്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഈ ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ചിക്കൻ്റെ ഫില്ലിങ് ബാറ്ററിൽ നല്ലോണം മിക്സ് ആവുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എണ്ണ ബ്രഷ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കടായിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും. അങ്ങനെ എല്ലാ സൈഡിലും നല്ല ഈവൻലി സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഞാൻ ഏറ്റവും ചെറിയ തീയുള്ള സ്റ്റൗവിലാണ് വെക്കുന്നത്. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ചിക്കൻ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കടായി ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ മൂടി വെക്കാം. എന്നിട്ട് ഞാൻ ആ ഹോൾ ഒന്ന് അടയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പേപ്പർ അവിടെ വെച്ച് കൊടുക്കുകയാണ്. വളരെ ലോ ഫ്ലെയിമിൽ നിങ്ങൾ വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചിക്കൻ കേക്ക് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ആവി പോവാതിരിക്കാൻ വേണ്ടി വെയിറ്റ് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചരുവ് എടുത്തിരിക്കുകയാണ്. അത് ഞാനിങ്ങനെ കമ്മത്തി വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് വെയിറ്റ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലെ ഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെയിറ്റ് ആയാലും അതിങ്ങനെ മുകളിലേക്ക് ബാലൻസ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കേക്ക് ഒരു 30 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാം. അങ്ങനെ ഞാനിവിടെ ചിക്കൻ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളൊക്കെ നല്ലോണം വെന്തോന്ന് നോക്കാൻ ഇതുപോലൊരു ഫോർക്ക് എടുത്ത് അകത്തോടൊന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റിയിട്ടില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. സൈഡെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വേണ്ട ചിക്കൻ കേക്ക് നല്ല കളറിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് മറിച്ചിട്ട് എടുക്കാൻ പാടില്ല, നല്ല ചൂടായിട്ടിരിക്കുന്ന സമയമാണ്. ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കേക്ക് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തുറന്നിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് ആ കടായിയുടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കടായി ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കേക്ക്. ഇവിടെ അടിഭാഗം അങ്ങനെ ബ്രൗൺ ആയിട്ട് തന്നെ ഇരിക്കും. അത് ചിക്കൻ കേക്കിൻ്റെ ടേസ്റ്റിനെ ഒട്ടും തന്നെ ബാധിക്കുന്നതല്ല. അങ്ങനെ നമ്മുടെ കിടിലൻ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ നല്ലോണം ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ചിക്കൻ കേക്കാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കുമാണ്. ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ബാക്കി വരുന്ന ചിക്കൻ വെച്ചിട്ടായാലും അല്ലെങ്കിൽ കുറച്ച് പീസസ് എടുത്ത് മാറ്റി വെച്ചാൽ ആ ചിക്കൻ വെച്ചിട്ടും നമുക്കിതുപോലെ ഇങ്ങനെ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലൊക്കെ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ തയ്യാറാക്കി ഒരു കേക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ടേസ്റ്റ് കൊണ്ട് അവർ തിന്നുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ താഴെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.